ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡാമിൽ നിന്ന് വല വീശി നോക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെ നമുക്ക് കിട്ടുന്നത് നോക്കാം. വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് വല വീശാനൊക്കെ കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കുറേ വയമ്പൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞു നോക്കാം. ഈ കാടിൻ്റെ മുകളിലായിട്ട് വലയെന്ന് വീഴുന്നത്, അതുകൊണ്ട് വയമ്പ് പോലത്തെ മീനെ കിട്ടിയാലുള്ളൂ. നമുക്ക് ആദ്യത്തെ വീശിന് തന്നെ കിട്ടുന്നത് വെറും 2 മീനാണ്. നമുക്കതിനെ വിളിക്ക് കൊടുത്തേക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എവിടെന്നെങ്കിലൊക്കെ മീൻ കിട്ടായിരിക്കും. നമ്മൾ വലയിടാൻ പോകുന്ന വള്ളമാണ് കിടക്കുന്നത്. അപ്പോൾ വലയിട്ടാലും മീനെ കിട്ടും. പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പോകാറില്ല. ഇനി ഒരു ദിവസം വലയിട്ട് മീനൊക്കെ പിടിക്കണം. ക്യൂണി ചാടിക്കൂടി. നമുക്ക് അടുത്തായിട്ട് ഇവിടെ നിന്ന് വീശി നോക്കാം. ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് തൊട്ടാവാടിയാണ്. അപ്പോൾ അതിലേക്ക് കയറി വല ഉടക്കി കയറാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ചെറിയ നൂലായതുകൊണ്ട് പെട്ടെന്ന് ഉടക്കി കയറിപ്പോവും. ഇതിൽ നമുക്ക് കുറച്ച് പരലമീനാണുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതുപോലെ പൂച്ചയ്ക്കും കൊടുക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമുക്കിത് അടുത്ത വീശിന് കുറച്ചുകൂടെ കൂടുതൽ വയമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ വീശുമ്പോഴത്തേക്കും അത്യാവശ്യം മീനാകും. ഇതാ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡാമിൽ വീശിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കിനി തോട്ടിലേക്ക് പോകാം. എന്നിട്ട് കുറച്ച് വെള്ളി തോടാണ്, ആറാണ്. അപ്പോൾ ആറ്റി നമുക്കൊന്ന് വീശി നോക്കാം. നമ്മൾ പോകാൻ നേരത്തെ ഒരു വീശും കൂടെ വീശി ലാസ്റ്റായിട്ട്. അപ്പോൾ അതിന് കിട്ടിയ മീനാണിത്. ഇതെല്ലാം വയമ്പാണ്. ഇതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന മീനുകളാണ്. നമ്മൾ വലയായിട്ട് ഇരുമ്പോഴത്തേക്ക് ഇത് നടുക്കോട്ട് പോകും വെള്ളത്തിൻ്റെ. അതുകൊണ്ടാണ് മീൻ ഇങ്ങനെ കുറവ് വരുന്നത്. ഇത് നമുക്കത് മൊത്തം കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 1 കിലോ മീനൊക്കെ ഉണ്ടാവും ഒറ്റക്കൂട്ടം. നമുക്ക് കിട്ടിയ മീനുകളെ നോക്കാം. അത് എത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മീനുണ്ട്. ഇതെല്ലാം വയമ്പും കുറേ പരലൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഡാമിൽ നിന്ന് ഇവിടെ വരെ വെള്ളം കയറി കിടക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ആറാണ്. അപ്പോൾ നമുക്ക് ആറ്റി ഒന്ന് വീശി നോക്കാം. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ചേറുമീനുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ചൂണ്ടയിൽ ഫ്രോഗ് എറിഞ്ഞ് കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് മീനടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫുള്ള് കാടാവേണ്ട ഒരു പാമ്പ് കാണാൻ സാധ്യതയുണ്ട്. അത് നോക്കി വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഈ ചെറിയ കുഴിക്കകത്തുനിന്ന് വീശി നോക്കാം. എന്തായാലും വലിയ മീനൊന്നും കിട്ടത്തില്ല. ചെറിയ മീനുകളെ കിട്ടിയുള്ളൂ. പരള് പോലത്തെ മീനുകൾ കിട്ടിയാലുള്ളൂ. നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ചില്ലാങ്കൂരിയാണ്. ഇതിൻ്റെ കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. എന്നിട്ട് കൊമ്പൊക്കെ ഒടിച്ചു കൊണ്ട് ഊരാനായിട്ട്. നമുക്ക് അടുത്തായിട്ട് ഇട്ടിരിക്കുന്ന കല്ലാമുട്ടി എന്ന് പറഞ്ഞ മീനാണ്. ഇതിനോട് പറയുന്നവർ കല്ലാമുട്ടി എന്നാണ്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അത്ര വലിയ കൊത്ത് വെള്ളച്ചാട്ടമാണെങ്കിൽ ഇത് കയറിപ്പോവും പിടിച്ചു പിടിച്ച്. എല്ലാ വർഷവും തന്നെ ഇവിടെ വരെയൊക്കെ വെള്ളം കയറുന്നതായിരുന്നു. ഈ വർഷം വെള്ളം കയറിയില്ല. അതുകൊണ്ടായിരിക്കും മീനൊക്കെ വളരെ കുറവ്. എന്തായാലും മീൻ കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ രസം ഇത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ ഒന്നും മീനെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും നമ്മൾ വീശി വെറുതെ മെനക്കെടുന്നില്ല. വീശിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ വേറെ കുറച്ച് കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ പാറയിൽ കൊത്തി എഴുതി വെച്ചിരിക്കുന്ന പേരാണ്. കണ്ണൻദേവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ആറിൻ്റെ പേര് അങ്ങനെയാണ്, കണ്ണൻദേവൻ എന്ന് പറഞ്ഞത്.
പിന്നെ ഇവിടേക്ക് ഇപ്പോഴാണ് വനമായത്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒന്നും വനമല്ലായിരുന്നു. ഇവിടെ എല്ലാം ആൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ഡാം പണിത് കഴിഞ്ഞാണ് ഇവിടെയൊക്കെ വനമായി പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി വേൾഡ് ഫോളോ ചെയ്യുക. നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.